അൻവറിന് വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ സ്വഭാവമാണോ? അതൊരു പ്രചോദനമായെന്ന് വേണം വിചാരിക്കാൻ. നേരെ പിറ്റേ ദിവസം അല്ല പിറ്റേ ദിവസം അദ്ദേഹം നടത്തിയിരുന്ന പ്രസംഗം ആ തരത്തിലുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, പിണറായി സുഖം കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്നെ അറിയാമല്ലോ, ഞാൻ വീട്ടിൽ കയറി തല്ലുന്നത് മറ്റെങ്ങുമല്ല, തലയ്ക്കേ ഞാൻ തല്ലത്തുള്ളൂ. ഈ വെഞ്ഞാറമൂട്ടിലെ അഫാന്റെ പ്രവൃത്തിയുടെ പ്രചോദനമായിരിക്കും. ചുറ്റിക മാത്രം പറഞ്ഞില്ല കേട്ടോ, കാരണം മറ്റവരുടെ ചിഹ്നത്തിൽ അരിവാൾ ചുറ്റിക ഉള്ളതുകൊണ്ടായിരിക്കും. ആ ചുറ്റികയുടെ കാര്യം വേണ്ടിയില്ല, അവർക്കത് ബൂസ്റ്റായി പോകുമെന്ന് വിചാരിച്ചു. ചുറ്റിക കൊണ്ട് തല്ലി പൊളിക്കുമെന്ന് ഈ അഫാൻ ചെയ്തത് എന്തോ ധീരകൃത്യമാണെന്ന് വിചാരിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പറയുകയാണെന്ന് തോന്നി ഈ മനുഷ്യൻ. അദ്ദേഹത്തിന് അത്ര തലയ്ക്കകത്തൊന്നും ഇല്ലെങ്കിലും തലയുണ്ടല്ലോ പുള്ളിക്കും. എന്താ ഈ തലയ്ക്ക് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അടി കിട്ടത്തില്ല, അവരുടെ കൈ എന്തിനാ പുളിങ്ങാ പറിക്കാൻ പോകും. അൻവർ എന്താ ധരിച്ചിരിക്കുന്നത്? ഇദ്ദേഹത്തിന് മാത്രമേ കൈ അടിക്കാൻ കൈയുള്ളെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? അങ്ങനെ അടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സുഖമായിട്ട് വെറുതെ അഫാൻ പോയതുപോലെ തിരിച്ചു പോരാൻ പറ്റുമെന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത്? ഇല്ലൻവറെ, എല്ലാവരും ഒന്നും അഹിംസയെ വിശ്വസിക്കുന്നവരൊന്നും അല്ലൻവറെ. തിരിച്ചു കിട്ടും, തിരിച്ചു പോരാൻ പറ്റിയില്ലെന്ന് വരും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പാവം PC ജോർജ് ചാനലിൽ നിന്ന് എന്തോ ഒരു മറുപടി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ. EK നായനാർ ഇതുപോലെ ധാരാളം മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുക പാവത്തിന്. ECG എന്ന് പറയുന്നത് നോർമലല്ല. എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ്റും പിണറായി വിജയനും സമാനം പറയണം. ശരിയാണ്, ഞാനും പിണറായി വിജയനെ ഞാനും എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി നിന്ന് തലയ്ക്ക് ചുറ്റി കൊണ്ട് അടിക്കുമെന്നല്ല പറയുന്നത്. ഞാൻ എൻ്റെ വസ്തുതകൾ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നത്. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ വസ്തുതകൾ വെച്ചുകൊണ്ട് വേണം ഇറക്കാൻ, അല്ല വീട്ടിൽ കയറി തല്ലുമെന്നൊന്നും അല്ല പറഞ്ഞത്. അങ്ങനൊന്നും നിങ്ങൾ പേടിപ്പിച്ചാലൊന്നും പേടിപ്പിക്കുന്നവരൊന്നും അല്ല ജനങ്ങൾ. CPM-കാരും അങ്ങനെയുള്ളവരല്ല. അങ്ങനെ അവരെ കുറച്ച് കാണേണ്ട കാര്യമൊന്നുമില്ല. അവർ തെറ്റ് ചെയ്താൽ ചൂണ്ടിക്കാണിക്കാം. പക്ഷെ എങ്ങനെ തല്ലുമെന്ന് പറഞ്ഞാൽ കുത്തകയൊന്നും ആക്കിയിട്ടില്ല. തല്ലെന്ന് പറയുന്നത് കുത്തകയൊന്നും അല്ല. PV എന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും വിചാരിച്ച് പേടിപ്പിച്ചു. വിവരക്കേടിൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ പ്രചരിപ്പിക്കരുത് നിങ്ങൾ. വിവരക്കേടിൻ്റെ രാഷ്ട്രീയം UDF-നെതിരെ ഭൂഷണവും അല്ല എന്നുള്ളതാണ്. അങ്ങനൊന്നും പേടിപ്പിച്ച് കാണിക്കാതെ. അങ്ങനെ മരണത്തെ പേടിയില്ലാത്ത കുറേ ആൾക്കാർ എന്നും കാണും, എവിടെയും കാണും. എന്ന് വിചാരിച്ചാൽ അവർ മറ്റുള്ളവരെ കൊല്ലാൻ നടക്കുന്നവരല്ല. ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്നവർ CPM-ൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. CPM-ൻ്റെ ആളൊന്നുമല്ല ഞാൻ. പക്ഷേ ഇങ്ങനൊന്നും പറയരുത്. CPM-കാർ ഇത് പേടിച്ച് വാലും ചുരുട്ടിയിരിക്കുന്നവരാണെന്നും ഉള്ള ഒരു മിഥ്യാധാരണ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളെക്കാൾ ധൈര്യവും തൻ്റെ ഇടവും ഉള്ളവർ CPM-ലും ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം പേറുന്നവരും ഉണ്ട് ആ പാർട്ടിയിൽ. പാർട്ടിയുടെ ഇപ്പോഴത്തെ നയത്തോട് താങ്കളെ പോലെ എനിക്ക് വിയോജിപ്പുണ്ട്. പിണറായി ഷോ എന്ന് പറയുന്ന ആ ഒരു രീതിയോട് എനിക്ക് വിയോജിപ്പുണ്ട്. ശക്തമായ വിയോജിപ്പ് ഞാൻ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാറുണ്ട്. ഭവിഷ്യത്തുകളെ ഒന്നും നോക്കാതെ തന്നെ പ്രകടിപ്പിക്കാറുണ്ട്. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ നീ വെളിയിലിറങ്ങി നടക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ഭരണഘടന അനുസരിച്ച് അതിൻ്റെ 19(1)A അനുസരിച്ച് നമ്മളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടല്ലോ. അത് സഭ്യവുമാകും. പാർലമെൻറ്റ് രീതിയിലും വയലൻസ് ഉണ്ടാക്കാത്ത തരത്തിലും ഞാൻ പറയുന്നു. നിങ്ങളുണ്ടാക്കിയത് ഇപ്പോൾ വയലൻസ് ഉണ്ടാക്കുന്ന തരത്തിലാണ്. ശരിക്കും ഇദ്ദേഹത്തിനെ PV അൻവറിനെ പിടിച്ച് PC ജോർജിനേക്കാൾ മുമ്പേ പിടിച്ച് ജയിലിലിടേണ്ട ആളോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടിച്ച് ജയിലിലിട്ടതിനേക്കാൾ മുമ്പേ ജയിലിലിടേണ്ട വ്യക്തിയാണ്. എന്തുകൊണ്ടത് ചെയ്യുന്നില്ല പിണറായി വിജയൻ സർക്കാർ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ നിലവാരത്തെ താഴോട്ട് കൊണ്ടുപോകുന്ന ജീർണതയുടെ വർത്തമാനങ്ങളാണ്, വായ്ത്താരിയാണ്. വാചകമേളയിൽ കൊടുക്കാൻ കൊള്ളാം എങ്കിലും ഇത് ശരിയായിട്ടുള്ളൊരു രാഷ്ട്രീയ നിലപാടല്ല. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് ഇനിയിപ്പോൾ. അതിൽ കൂടി ഹാലിളകുകയാണോ എന്ന് എനിക്കൊരു സംശയം ഉണ്ട് ഇക്കാര്യത്തിനകത്ത്. അദ്ദേഹം എപ്പോഴും ഹാലിളകിയ നിലയിലാണല്ലോ. അസംബ്ലിയിലായാലും പുറത്തായാലും പത്രക്കാരോടായാലും എല്ലാം മറ്റൊരു PC ജോർജ് തന്നെയാണ് അദ്ദേഹം. സംശയമൊന്നുമില്ല. PC ജോർജിലൊരു നർമ്മമുണ്ട്. അതില്ലല്ലോ, ക്രൂരതയാണ്, ഭീഷണിയാണ്. അദ്ദേഹം ആരെന്നാ വിചാരിച്ചിരിക്കുന്നത്? ആരെന്നാ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത്? കുറച്ച് പണമുണ്ട്, നിങ്ങൾക്ക് ആളുകളെ സ്വാധീനിക്കാൻ കഴിയും, കൂടെ കുറേ ആൾക്കാരുണ്ടെന്ന് വിചാരിച്ച് തിരിച്ചിതുപോലെ ചെയ്യാൻ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കണ്ട. അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുന്ന കവിള് തൂത്തുകൊണ്ടിരിക്കുന്നവരല്ല. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ജീർണതയുടെ രാഷ്ട്രീയത്വം കേരളത്തിലേക്ക് അതിലേക്ക് അധപതിപ്പിക്കരുത്. നമുക്ക് സമ്മതത്വം, സംഘച്ചത്വം, സമ്മതിക്കാം. താങ്കൾക്ക് പറയാനുള്ള കാര്യങ്ങൾ താങ്കൾ പറയുക, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ, എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച്. അതിന് കുഴപ്പമില്ല. താങ്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാനാണ് കേരളത്തിലെ പോലീസിനെ
ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ താങ്കൾക്ക് ലോ ആൻഡ് ഓർഡർ കയ്യിലെടുക്കാനുള്ള യാതൊരു അവകാശവുമില്ല. അഫാനെ പോലെ ചുറ്റിയെടുത്തുകൊണ്ട് താങ്കളുടെ വീട്ടിലായാലും അന്യരുടെ വീട്ടിലായാലും പോയി തലയ്ക്കടിച്ച് കൊല്ലാനുള്ള പുതിയ ആ രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഉണ്ടല്ലോ കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരേണ്ട. കത്തിക്ക് കുത്തിക്കൊന്ന പല വാരങ്ങളും ഇനിയിപ്പോൾ അതിന് ചുറ്റികയും കൂടി അഫാൻ്റെ സംഭവത്തിന് ശേഷം അതുകൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരസ്യമായിട്ടുള്ള ആഹ്വാനം നടത്തുന്നത് ആക്രമണത്തിനുള്ള ആഹ്വാനം തന്നെയാണ്. ആക്രമണത്തിനുള്ള ആഹ്വാനം ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്. താങ്കൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണെന്നുള്ള തിരിച്ചറിവ് താങ്കൾക്ക് ഇനിയും ഉണ്ടാവുകയും ഈ വാക്കുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയ മര്യാദ, സുജന മര്യാദയും അത് തന്നെ. പക്ഷേ അൻവറിന്റെ ഇത്തരത്തിലുള്ള നീക്കം എന്ന് പറയുന്നത് UDF ദോഷം ചെയ്യും. തീർച്ചയായിട്ടും UDF എന്ന് പറയുന്നതാണല്ലോ അഹിംസയുടെ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് കൂടിയുള്ള സമാധാന പ്രേമികളായ ആൾക്കാർ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കാരണം മറ്റേത് അക്രമമാണെന്ന് CPM അക്രമത്തിൻ്റെ രാഷ്ട്രീയമാണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് കൊണ്ട് കണ്ടെത്തിയ ഒരു സ്പേസാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുകൊണ്ട് ഇതൊക്കെ പറയുമ്പോൾ കോൺഗ്രസിനെ കൂടെ നശിപ്പിക്കും. വാസ്തവത്തിൽ വെളുക്കാൻ തേച്ചത് പാണ്ടായിട്ട് മാറും അവസാനം. അതാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ PV അൻവർ വന്നതുകൊണ്ടാണ് UDF ഇത്രയൊന്നും സീറ്റ് കിട്ടിയാൽ പോരാ, അവർക്ക് 2 സീറ്റ് കുറഞ്ഞു. അല്ല, LDF ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നിലമ്പൂര് പിടിച്ചെടുക്കുന്ന കാര്യത്തിൽ വളരെ പ്രസ്റ്റീജിയായിട്ടാണ് കാണുന്നത്. കാരണം അൻവറിലൂടെ ഈ നിലമ്പൂർ മണ്ഡലം പോകരുത് എന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്. ഒരു കോൺഗ്രസിന്റെ ഒരു കുത്തക മണ്ഡലമായിരുന്നല്ലോ. 2016 അൻവറിനെ ഇറക്കിയാണത് പിടിക്കുന്നത്. ആദ്യകാലത്തൊക്കെ 1-2 തവണ LDF കൈവശം ഉണ്ടായിരുന്നു നിലമ്പൂര്. പിന്നീട് ആര്യാടൻ മുഹമ്മദിലേക്കാണ് ഈ മണ്ഡലം പോയത് മുഴുവൻ. ഇക്കുറി അൻവർ അല്ല എന്തായാലും നിൽക്കുന്നത്, ആര്യാടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ ജോയി ആയിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. ജോയിക്കാണ് അൻവർ പിന്തുണ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതെ, ഷൗക്കത്തിന് അവിടെ ആ മണ്ഡലത്തില് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു പേര് നിൽക്കുന്നുണ്ട്. ഷൗക്കത്തിൻ്റെതായ ഒരു പേരും ഉള്ളത് കൊണ്ട് ഷൗക്കത്ത് ഒരുപക്ഷെ അൻവറിന്റെ ഇത് നോമിനി അംഗീകരിക്കുമോ എന്ന് സംശയമാണ് എന്നുള്ളതാണ്. അതെ, അൻവർ വരുന്നതിനെ എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇപ്പോഴും ഇവിടെ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. ആ ഒരു വൈരമുണ്ട്. അത് പക്ഷേ പോട്ടെ. പക്ഷേ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, അൻവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ, കയറൂരി വിട്ട് കഴിഞ്ഞാൽ അത് UDF ദോഷം ചെയ്യും. കാരണം അഹിംസയിലും അക്രമരാഹിത്യത്തിലും ഏറെക്കുറെ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. അതിങ്ങനെയുള്ള ഗുണ്ടകളുടെ ഒരു പാർട്ടിയായി കഴിഞ്ഞിട്ടില്ല സെമി കേഡർ ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വർത്തമാനമൊന്നും ഇഷ്ടപ്പെടുന്നവരല്ല. എനിക്കിനി ഒരു സംശയം തോന്നുന്നത്, വാസ്തവത്തിൽ UDF ഒരു കുതിച്ചു കയറ്റം ഉണ്ടാവേണ്ടതാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ 2 സീറ്റുകൾ നഷ്ടപ്പെട്ടിരിക്കുക. അൻവർ ഫാക്ടർ ആണോ ഇതിൻ്റെ കാരണമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് മാത്രമല്ല, തിരുവനന്തപുരത്ത് അവരുടെ ഒരു സീറ്റ് പിടിച്ചെടുത്തിരിക്കുന്നത് BJP അല്ല, CPM അല്ല, SDPI ആണ്. അത് തിരുവനന്തപുരത്ത് പാങ്ങോട് ഭാഗത്താണ്. പാങ്ങോട് ഭാഗത്ത് SDPI വലിയൊരു അത്ഭുതം, അട്ടിമറിയാണ് നടത്തിയിരിക്കുന്നത്. ഈ അൻവർ ഇഫക്റ്റ് ആണോ, അൻവറിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണോ, അതൊന്നും സംശയിക്കണം. അത് പടരാതിരുന്നാൽ നന്നായിരിക്കും. പിടിച്ചു കെട്ടി നിർത്തിയാൽ കോൺഗ്രസിന് കൊള്ളാം, വലിയ ഉത്തരവാദിത്വം ഉണ്ട്. കോൺഗ്രസിന്റെ സീറ്റാണ് പോയിരിക്കുന്നത് അവിടെ. അതെ, അൻവറിനെ ഒരു PC ജോർജാക്കി നിങ്ങൾ മാറ്റരുത്.